അവസാനം മഴ വരുന്ന സമയത്ത് മഴ വരുന്നു എന്ന് കണ്ടപ്പോൾ ടാറും സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ടാറിങ് തുടങ്ങി. ഈ 2.5 കിലോമീറ്റർ റോഡ് ചെയ്യാനാണ് ഇവർ ഇത്രയും നാളിങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് ഈ അവസാനം ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ഇവിടെയൊക്കെ പ്രൈമർ അടിച്ചത് കുറച്ചെങ്കിലും ഉണ്ടോ നോക്കിയ ബാലൻസ് കണ്ടോ, കംപ്ലീറ്റ് പോയി. ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. എൻ്റെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഞാനിത് തൃശ്ശൂർ ജില്ലയിൽ ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ബീച്ച്. അപ്പോൾ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മളെ റോഡ് ടാർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ റോഡിനെ കുറിച്ച് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്തിട്ട് റോഡിന് ഫണ്ട് പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിവാദങ്ങൾ ഉണ്ടാവുകയും അതിനെനിക്ക് കുറേ ട്രോള് കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആ ഒരു റോഡ് തന്നെയാണ് 1,30,00,000 രൂപ പാസ്സായിട്ട് ചെയ്യുന്ന റോഡാണ്. 1,33,00,000. അപ്പോൾ ആ ഒരു റോഡാണ് ഇപ്പോൾ ടാർ ചെയ്തിരിക്കുന്നത്. കണ്ടോ, റോഡ് വളരെ മനോഹരമായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു അതർ സൈഡ് ഞാൻ കാണിച്ചു തരാം. എന്താ, ടാറിങ് കഴിഞ്ഞിട്ടില്ല. ഇവിടം വരെ ടാറിങ് ആയിട്ടുള്ളൂ. അതായത് ഇവിടം തൊട്ട് ബീച്ച് വരെയുള്ള ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിങ് കഴിഞ്ഞിട്ടില്ല. റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ 3-4 ദിവസമായിട്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, മഴ പെയ്തു. ഈ റോഡ് ഇവർ പണി ഏറ്റെടുത്തിട്ട് ഈ റോഡ് ഇവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് 5-8 മാസം ഒക്കെ കഴിഞ്ഞു. ഈ നവകേരള സദസ്സും ഇതൊക്കെ നടന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. 2 കൊല്ലം മുന്നേ. അന്നാണ് ഈ റോഡിന് ഭരണാനുമതി കിട്ടുന്നത്. അതിനുശേഷം ഇത്രയും നാൾ ഒരുപാട് പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഡിലേ ചെയ്ത് പോയി. ഞങ്ങൾ പരാതിയൊക്കെ ആയിട്ട് പോയി. ഞാൻ അന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സംഭവം പാസ്സായി. വേറൊരു സ്ഥലത്തേക്ക് ഇതിൻ്റെ ഫണ്ട് ചെറിയൊരു തിരിമറി നടത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഞങ്ങൾ ഇടപെട്ട് മാറ്റി റോഡ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. റോഡിൻ്റെ പണിയൊക്കെ തുടങ്ങി. റോഡ് പൊളിച്ചിട്ടിട്ട് ഒരുപാട് കാലം വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാതെ കുറേ നാൾ കിടന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇതിങ്ങനെയായത്. ടാറിങ്ങിന് വേണ്ട എല്ലാ സാമഗ്രികളും എത്തിയിട്ടുണ്ട്. SS1, RS1, VG30, ബെറ്റുമിൻ എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട്. ടാറിങ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ എല്ലാ സാധനങ്ങളായിട്ട് ഇവർ വന്നു. പണി തുടങ്ങി. എപ്പോഴാണ്? മഴ തുടങ്ങിയപ്പോൾ, മഴക്കാലം തുടങ്ങിയപ്പോഴാണ് ഈ പണി ചെയ്യാൻ ഇവർ വന്നത്. ഇത്രയും കാലം വെറുതെ തള്ളി നീക്കിയിട്ടാണ്. ഒരുപാട് കാലം, അതായത് മാസങ്ങളോളം വെറുതെ ഇട്ടു. ഒരു മനുഷ്യനും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ റോഡ് പൊളിച്ചിട്ടിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ട് ഞങ്ങൾ റോഡ് പൊളിച്ച റോട്ടിൽ കൂടെ ഈ ഗ്രാവലിൻ്റെ മുകളിൽ കൂടെ കഷ്ടപ്പെട്ട് വണ്ടിയും തള്ളിപ്പോയി. വണ്ടികൾ കംപ്ലൈൻ്റ് ആയി, വണ്ടിയുടെ ടയർ കംപ്ലൈൻ്റ് ആയി, വണ്ടിയുടെ സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആയി. പലർക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അങ്ങനെ മാസങ്ങളോളം വെറുതെ ഇട്ടു. ഞങ്ങൾ പരാതി പറഞ്ഞു, രേഖാമൂലം പരാതി കൊടുത്തു. ഒരു കാര്യം ഉണ്ടായില്ല. ഇവർ തിരിഞ്ഞു നോക്കിയില്ല. ആര് വിളിച്ചാലും പറഞ്ഞാലും ഒരു വിലയും വെച്ചില്ല കേട്ടോ. അവസാനം മഴ പെയ്യുന്ന സമയം വന്നപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ടാറിങ് തുടങ്ങി. ഇവിടെയും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ആദ്യത്തെ ദിവസം പ്രൈം കോട്ട് അടിച്ചു. അതിൻ്റെ രാത്രി മഴ പെയ്തു. പിറ്റേ ദിവസം രാവിലെ ഈ വെള്ളമൊക്കെ ഉണങ്ങിപ്പോവാതെ ചെയ്യാൻ പറ്റില്ല. ഈ സംഭവം പ്രൈം കോട്ട് അടിച്ചിട്ടിട്ട് പിറ്റേ ദിവസം പണി ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവരോട് വന്ന് പറഞ്ഞു കേട്ടോ, ഇതിൻ്റെ മുകളിൽ വെള്ളം ഉണങ്ങാതെ ചെയ്യാൻ സമ്മതിക്കില്ല. വെള്ളം ഉണങ്ങാതെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് ഞാൻ നേരിട്ട് ഇവരോട് വന്ന് പറഞ്ഞു. കാരണം അപ്പോൾ വെള്ളം ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്തു. വെള്ളം ഉണങ്ങിയിട്ട് ഇവിടെ ടാറിങ് ചെയ്തു. ഇനി അവിടെ ഞാൻ കാണിച്ചു തരാം. അവിടെ കുറച്ച് സ്ഥലത്തൊക്കെ ടാറിങ് കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് പ്രൈമർ കോട്ട് SS1 എന്ന് പറയും, പ്രൈമർ കോട്ട് അടിച്ചിട്ടിരിക്കുകയാണ്. പ്രൈമർ കോട്ട് മിനിഞ്ഞാന്ന് അടിച്ചിട്ടതാണ് കേട്ടോ. ഇന്നലെ ടാർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാന്ന് അടിച്ചിട്ടതാണ്. പക്ഷേ ഇന്നലെ നല്ല മഴയായിരുന്നു. രാത്രിയും മഴ, പകലും മഴ. ഇപ്പം ഇന്ന് രാത്രി മഴയുണ്ട്. ഇപ്പം ഇന്നും രാത്രി പുലർച്ചെയൊക്കെ മഴ തന്നെയായിരുന്നു. ഇപ്പം ഇന്ന് രാവിലെ ഇപ്പം വെയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് പണിയില്ല. ഇനിയിപ്പോൾ നാളെ എന്താണ് കാലാവസ്ഥ എന്നറിയില്ല, നാളെ ചെയ്യാൻ പറ്റുമോ അറിയില്ല. അതായത് പ്രൈമർ അടിച്ചിട്ട് ഇപ്പം 3 ദിവസം ഇങ്ങനെ കിടക്കുകയാണ്. ആദ്യത്തെ ദിവസം വണ്ടികളെല്ലാം ബ്ലോക്ക് ചെയ്ത് വിട്ടു. പക്ഷേ ഒരു നാട്ടിലേക്കുള്ള ഏക റോഡാണ് കേട്ടോ. അത് എത്ര ദിവസം എന്ന് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റുക? ആൾക്കാർക്ക് സഞ്ചരിക്കണ്ടേ? പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും വണ്ടികൾ പോകണ്ടേ? അപ്പോൾ ഇന്നിപ്പോൾ വണ്ടികളൊക്കെ പോയി തുടങ്ങി. ഈ പ്രൈമർ അടിച്ചതിൻ്റെ മുകളിൽ കൂടെയാണ് വണ്ടികൾ പോകുന്നത്. പ്രൈമറൊക്കെ ഇളകിപ്പോയി കണ്ടോ. ഇവിടെ ഒന്നും പ്രൈമർ അടിച്ചതൊന്നുമില്ല, അതൊക്കെ പോയി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ അടുത്തത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും പ്രൈമർ അടിക്കേണ്ടി വരില്ലേ? ഈ പ്രൈമർ SS1 അടിക്കുകയാണെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ ക്യൂറിങ് ടൈം ഉണ്ട്. ആ ക്യൂറിങ് ടൈം കഴിഞ്ഞിട്ട് വേണം അടുത്തത് ചെയ്യാൻ. പക്ഷേ ഈ പ്രൈമർ അടിച്ച സാധനമൊക്കെ ഇളകിപ്പോയി. ഇനിയിപ്പോൾ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി അടുത്തത് ഇതിൻ്റെ മുകളിൽ കൂടെ ചെയ്യും. അപ്പോൾ ഈ റോഡിൻ്റെ ക്വാളിറ്റീനെ അത് ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. അത് അനുഭവിക്കേണ്ടത് നമ്മളാണ്. ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇത്രയും സമയം ഉണ്ടായിട്ട്, ഇത്രയും മാസങ്ങളുണ്ടായിട്ട് ഒക്ടോബറിൽ വരെ റോഡ് പണി ഏൽപ്പിച്ചു കൊടുത്തിട്ട് റോഡ് പൊളിച്ചിട്ടിട്ട് പോയി. പിന്നെ കുറേ നാൾ വെറുതെ ഇട്ടു. എന്നിട്ട് എന്നിട്ട് പിന്നെ ഇടയ്ക്ക് വരും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, പോവും. പിന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ച വെറുതെ ഇടും, ആരും വരില്ല. അങ്ങനെ ആയിട്ട് ഇവർ
ഇങ്ങനെ വലിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയി അവസാനം മഴ വരുന്ന സമയത്ത് മഴ വരുന്നു എന്ന് കണ്ടപ്പോൾ ടാറും സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ടാറിങ് തുടങ്ങി. ഇതിപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുകയെന്നറിയോ? ഇവർ പണി തീർത്ത് പോകും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ റോഡിന് വിചാരിച്ചത്ര ക്വാളിറ്റിയോ അല്ലെങ്കിൽ അത്രയും ലാസ്റ്റിങ്ങോ ഒന്നും ഉണ്ടാവില്ല. റോഡ് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരും. പക്ഷേ അപ്പോൾ ആരോട് പറയാൻ? ഇതിന് മെയിൻ്റനൻസ് കോൺട്രാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ 6 മാസം 1 വർഷമൊക്കെ ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആവുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള പണികളുടെ ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മിനിഞ്ഞാന്നാണിത് പ്രൈമർ കോട്ട് അടിച്ചിട്ടത്. അതായത് SS1 എന്ന് പറയും പ്രൈമർ കോട്ട്. ഈ SS അടിച്ചിട്ടത് മിനിഞ്ഞാന്നാണ്. അപ്പോൾ അതിനുശേഷം ഇന്നലെയൊക്കെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിരുന്നു, വണ്ടികളൊന്നും കടത്തി വിട്ടിരുന്നില്ല അടുത്ത് ചെയ്യാനായിട്ട്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇന്നലെ മുതൽ എത്ര ദിവസം എന്ന് വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലേക്കുള്ള റോഡൊക്കെ ഫുള്ളായിട്ട് അടച്ചിടുക. അപ്പോൾ പിന്നെ തുറന്നു. ഇപ്പോൾ വണ്ടികളൊക്കെ വന്നു തുടങ്ങി ഇതിൻ്റെ മുകളിൽ കൂടെ. അതായത് ഈ SS പ്രൈമർ അടിച്ചതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ ഈ വണ്ടികളൊക്കെ ഓടുന്നത്. അപ്പോൾ കണ്ടില്ലേ, പ്രൈമർ